നമ്മൾ മാക്സിമം നമ്മളായിട്ടിരിക്കാൻ ശ്രമിക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് മാറിയിരുന്ന് ഇതുപോലെ മോങ്ങേണ്ടി വരും. അനുഭവം ഗുരു. ടൂൺ ടൂൺ ടൂ. അപ്പോൾ പറഞ്ഞു വന്നത് കഴിഞ്ഞ ഒരു മാസമായിട്ട് ഞാനൊരു കാര്യത്തിൻ്റെ പുറകെയായിരുന്നു. ഞാനത് ചെയ്യുന്നു, ഫെയിലാവുന്നു, പിന്നെയും ചെയ്യുന്നു, ഫെയിലാവുന്നു, പിന്നെയും ചെയ്യുന്നു, ഫെയിലാവുന്നു. ഇത് തന്നെയായിരുന്നു ഒരു റിപ്പീറ്റഡ് പ്രോസസ്സ്. ഫൈനലി ഞാനതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിച്ചു. കണ്ടുപിടിച്ചതല്ല, കണ്ടുപിടിക്കേണ്ടി വന്നു എന്ന് പറയുന്നതായിരിക്കും സത്യം. അതായത് ഈ നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ എന്ന് പറയില്ലേ, അങ്ങനെ അതൊക്കെ കിട്ടി. അപ്പോൾ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, ആ ഒരു സമയത്തുണ്ടല്ലോ, അതായത് നമ്മൾ ഈ കഷ്ടപ്പെട്ട് ഭയങ്കര മോശം സിറ്റുവേഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയം, അതായത് ഞാൻ ഇതുവരെ എന്താ ചെയ്തത്, എന്നെക്കൊണ്ട് എന്താ പറ്റിയത് എന്നുള്ളത് നമുക്ക് സ്വയമേ ഒരു റിഗ്രറ്റ് നമുക്ക് തോന്നുമല്ലോ. ആ ഒരു സമയത്ത് നമ്മൾ ചേർത്ത് പിടിച്ച കുറേ ആൾക്കാരുണ്ട്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ മുറുക്കെ ചേർത്ത് പിടിച്ചിട്ട്, നീ ഇത്രയും ചെയ്തില്ലേ, നീ ട്രൈ ചെയ്തില്ലേ, നിനക്ക് ഇത്രയും കിട്ടിയില്ലേ, നീ സമാധാനിക്കുക, ഇനിയും ചെയ്യുക, നിനക്ക് പറ്റും, ഞങ്ങളുണ്ട് കൂടെ, ഞങ്ങളുണ്ട് മക്കളെ കൂടെ എന്നൊക്കെ പറഞ്ഞ് കൂടെ നിന്ന കുറേ നല്ല ആൾക്കാരുണ്ട്. സത്യം പറഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാർ ഉള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇനി പറയാൻ പോകുന്നത് ഈ രണ്ടാമത്തെ ആൾക്കാരെ കുറിച്ചാണ്. അതായത് നമ്മൾ ഈ ഹാർഡ് ടൈമിലൂടെ പോകുന്ന സമയത്ത് നമ്മുടെ ഈ അവസ്ഥ വെച്ചിട്ട് നമ്മൾക്കെതിരെ ഇങ്ങനെ കോമഡിയും പാരഡിയും ഇറക്കുന്ന കുറേ ശവങ്ങളുണ്ട്. അങ്ങനെയുള്ള ശവങ്ങളെയൊന്നും സത്യം പറഞ്ഞാൽ നമ്മൾ ബോദർ ചെയ്യാൻ പാടില്ല. അതായത് ഈ 2026 ഞാൻ മനസ്സുകൊണ്ട് തീരുമാനിച്ചൊരു കാര്യമുണ്ട്, ഞാനായിട്ട് ആരെയും വിഷമിപ്പിക്കില്ല, ഞാനായിട്ട് ആരെയും കരയിപ്പിക്കില്ല. പക്ഷേ ഞാനങ്ങനെ ചിന്തിച്ചു തുടങ്ങിയപ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വേറെ കുറച്ച് പേര് ചിന്തിച്ചത് എന്താ അത് വേറെ തിരിച്ചായിരുന്നു. അപ്പം ഞാൻ കുറച്ച് സെൻസിറ്റീവായി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കല്ല് മനസ്സുള്ള ഒരാളാണ് ഞാൻ. ഒന്നും പെട്ടെന്ന് അങ്ങനെ എന്നെ ഏൽക്കില്ല, എനിക്കങ്ങനെ പെട്ടെന്ന് വിഷമം വരില്ല. ഞാനങ്ങനെ ഭയങ്കര ഒരു കഠിന ഹൃദയമുള്ള ഒരാളാണ്. എനിക്കിത് പറയുന്നതുകൊണ്ട് വലിയ വിഷമമൊന്നുമില്ല, ഞാൻ എന്തായാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ പറഞ്ഞു തന്നത് വേറൊന്നുമല്ല, നമ്മളങ്ങനെ മാറുമ്പോഴത്തേക്കുമാണ് നമ്മുടെ ഓപ്പോസിറ്റ്